എന്താ മോനെ, ചോദിച്ചിട്ടൊന്നും പറയുന്നില്ലല്ലോ? ഒന്നും പറയാതെ പോവുകയാണല്ലോ. അവൻ ദൈവത്തിന്റെ മകനാ. അവിടെ നമ്മുടെ കൂടെ ഇരുന്നവൻ ദാ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു. കുട്ടിയാണെന്ന് നോക്കാതെ ശ്വാസം പോലും വിടാൻ സമ്മതിക്കാതെ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചു വിഷമിപ്പിച്ചില്ലേ? നിങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാതാ ഇവിടുന്ന് പോയത്. വാൽമീകി രാമായണത്തിൽ ഹനുമാൻ കിഷ്കിന്ധ കാണ്ഡത്തിൽ വന്ന് സുഗ്രീവന്റെ ദൂതനായി രാമലക്ഷ്മണന്മാരുടെ മുന്നിലെത്തി അവരെ കാണുമ്പോൾ ആ സന്ദർഭത്തിൽ വാൽമീകി മഹർഷി ഹനുമാനെ വാക്സാമർഥ്യമുള്ള ആളാണെന്ന് പരിചയപ്പെടുത്തുന്നു. അങ്ങനെയാകുമ്പോൾ മറ്റൊരാളോട് ഏത് സന്ദർഭത്തിൽ എങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് അറിയുന്നവനാണ് ഹനുമാനെന്ന് വാൽമീകിയുടെ അഭിപ്രായം. ആ വിധത്തിലാണ് ഹനുമാൻ രാമായണത്തിൽ നമുക്ക് ദർശനം തരുന്നത്. സുഗ്രീവന്റെ ദൂതനായ ഹനുമാൻ തൻ്റെ വാക്സാമർഥ്യം കൊണ്ട് ശ്രീരാമ ഭഗവാനോടൊപ്പം ചേരുന്നു. ധൈര്യമുളവാക്കുന്ന വാക്കുകൾ കൊണ്ട് സുഗ്രീവനെ ഹനുമാൻ ആശ്വസിപ്പിക്കും. കരുണയുള്ള വാക്കുകൾ കൊണ്ട് ലങ്കയിൽ കഴിയുന്ന സീതയ്ക്ക് ആശ്വാസം നൽകും. സീതയുള്ള സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞ് ശ്രീരാമചന്ദ്രനെ കെട്ടിപ്പിടിക്കുവാനുള്ള ഭാഗ്യം ഹനുമാന് വന്നു ചേർന്നു. ഇത്രയും നല്ല ഗുണവാനായ ഹനുമാനെ ശ്രീരാമചന്ദ്രൻ ആദ്യമായി കണ്ട സന്ദർഭത്തിൽ തന്നെ ഹനുമാന്റെ സംസാരം കേട്ട് ആശ്ചര്യപ്പെട്ട് ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു: നാൻ ഋഗ്വേദ വിനീതസ്യ നാ യജുർവേദധാരിണഃ നാ സാമവേദ വിദുഷഃ ശക്യമേവം വിഭാഷിതും. അതുകൊണ്ട് വേദങ്ങളിൽ അവഗാഹമായ പാണ്ഡിത്യമുള്ളവനും ശാസ്ത്രങ്ങളെ ശരിയായ വിധം അറിഞ്ഞവനും വ്യാകരണത്തിൽ ജ്ഞാനമുള്ളവനും ഈ വിധത്തിൽ വാക്ചാതുര്യം ലഭിക്കുമെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ ഹനുമാനെ ശ്രീരാമചന്ദ്രൻ പുകഴ്ത്തുകയുണ്ടായി. നമ്മുടെ സംസാര ശൈലിയിലൂടെയാണ് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുക. അത്തരത്തിലെ നല്ല ഗുണഗണങ്ങളുള്ള ആഞ്ജനേയ ഭഗവാനെ നമ്മൾ ബോധപൂർവം മനസ്സിൽ ആരാധിക്കണം. പവനസുത ഹനുമാൻ കീ ജയ്. ഇനി അടുത്ത ദിവസം ഇതിൻ്റെ തുടർ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. നമസ്തേ. നന്ദി. ശരി, പോവാം. നമുക്ക് നാളെ വരാം. സ്വാമി, അങ്ങയുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നു. വരട്ടെ സ്വാമി. ശരി, പോവാം. എന്താ അറിവല്ലേ ഭഗവാനെ. നമസ്തേ ദേവദാസ് സ്വാമി. അങ്ങയുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ എന്തു സന്തോഷമാണെന്നോ. ഭക്തി പാരവശം കൊണ്ട് ഞങ്ങളുടെ മനസ്സ് കുളിര് കോരുക. ഹനുമാൻ സ്വാമിയെ പറ്റി നേരിൽ കാണുന്നത് പോലെ വിവരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് കോരിത്തരിക്കുക. വാൽമീകി രാമായണം കേൾക്കുന്നത് ഞങ്ങളുടെ ഭാഗ്യമാ. ഞാൻ കുറെ നാളായി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കണമെന്ന് വിചാരിക്കുമായിരുന്നു. എല്ലാ സംശയങ്ങൾക്കും കാലമൊരിക്കൽ മറുപടി നൽകും. നമ്മളെല്ലാവരും സ്വാർത്ഥരാണ്. ശരി, ചോദിക്കൂ. ലോകത്തിൽ നടക്കേണ്ടത് അതാത് പ്രായത്തിൽ തന്നെ നടക്കണ്ടേ? അതെ. പക്ഷേ ഈ പ്രായത്തിലും അങ്ങ് വിവാഹം കഴിക്കാതെ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാൻ കാരണമെന്താ? നിന്റെ സംശയം എന്നെക്കുറിച്ചാണോ? കൊള്ളാം കൊള്ളാം. എന്താ, വിവാഹം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ലേ? ജീവിക്കാം, പക്ഷെ വ്യാമോഹത്തിൽ നിന്ന് പുറത്തു വരുന്ന എളുപ്പമല്ലല്ലോ. കഷ്ടമെന്ന് വിചാരിച്ച എല്ലാം കഷ്ടം തന്നെയാണ്. അത് തുടർന്നാൽ അതങ്ങനെ ശീലമായിക്കോളൂ. ജീവിതത്തിൽ ബ്രഹ്മചര്യം ദീക്ഷയായി സ്വീകരിച്ച എത്രയോ മഹാന്മാർ ഇക്കാലത്തും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അവരെ മാതൃകയാക്കിക്കൊണ്ട് നമ്മളും പരിശ്രമിക്കുക. അതെ, കുറെ കാലമായി മനസ്സിലുണ്ടായിരുന്ന സംശയം അങ്ങ് തീർത്തു തന്നല്ലോ. വരട്ടെ ദേവദാസ് സ്വാമി. താക്കിയ ദേവിദാസ് സ്വാമി, എന്റെ അനിയൻ ഇങ്ങോട്ട് വന്നിരുന്നോ? ഇങ്ങോട്ട് വന്നില്ലല്ലോ. അങ്ങോട്ട് പോയി കാണും. പോയി നോക്കൂ. ശരി.
താത്യ, പുറത്തേക്ക് വാ. അവര് പോയി, വരൂ. ഹാവ്, എന്നെ പറ്റി അവരോട് പറഞ്ഞു കൊടുക്കുമെന്ന് ഞാൻ പേടിച്ചിരിക്കായിരുന്നു. എന്റെ ദേവദാസ് ഗുരുജി വളരെ നല്ലവനാണ്. നോക്കു താത്യ, ഈ ക്ഷേത്ര പരിസരത്ത് കളിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ഗുരുജി ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മറന്നുപോയി ഗുരുജി. ഇനി ഈ കാര്യം മറന്നുപോയാ 100 തവണ ഏത്തയിടിക്കും ഞാൻ. അയ്യോ, 100 ഏത്തോ? ഇനി അമ്പലത്തിന്റെ പരിസരത്ത് ഞാൻ കളിക്കേയില്ല. ഞാൻ അവിടെ പോയി കളിച്ചോളാം. ഈ പ്രാവശ്യം ക്ഷമിക്കൂ ഗുരുജി. നമസ്തേ ദേവിദാസ് സ്വാമി. സ്വാമി അങ്ങയുടെ ധ്യാനം തടസ്സപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. സാരമില്ല, പറഞ്ഞോളൂ. എൻ്റെ പേര് ഛായാദേവി. എൻ്റെ പേര് ഛായാദേവി. കുറേ നാളായി സ്വാമിയുടെ ദർശനത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്റെ ദർശനത്തിന് വേണ്ടി എന്തിനാണ് ആഗ്രഹിക്കുന്നത്? മഹാന്മാരുടെ ദർശനത്തിന് വേണ്ടി അത്രയധികം എന്താ ആഗ്രഹിച്ചൂടെ? നിങ്ങളുടെ ഉദ്ദേശം? സതുദ്ദേശം തന്നെയാ. മനസ്സിലാകുന്നത് പോലെ പറയൂ. സ്വാമി, അങ്ങയെ പറഞ്ഞു മനസ്സിലാക്കിക്കാനുള്ള ജ്ഞാനമൊന്നും എനിക്കില്ല. ദേവി ദാസ് സ്വാമി. അങ്ങനെയെന്നാൽ? അത് പെട്ടെന്ന് എൻ്റെ വീട്ടില് സ്വാമി പൂജ നടക്കാൻ പോവുക. അത് സ്വാമിയുടെ സാന്നിധ്യത്തിൽ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്വാമി പൂജയോ? എന്ത് സ്വാമി പൂജ? എൻ്റെ സ്വാമി പൂജ. നിങ്ങളുടെ സ്വാമി പൂജയോ? ആരാ ആ സ്വാമി? അത് നിങ്ങൾ നേരിട്ട് തന്നെ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. ശരി, ഞാൻ തീർച്ചയായും വരാം. നിങ്ങൾ പൊയ്ക്കോളൂ. നിങ്ങൾ വരുന്നുള്ള വിശ്വാസത്തിലാണ് വന്നത്. ഈ ഉള്ളവളോട് കരുണ കാണിക്കണം. നിങ്ങൾ കൂടെ ഇരുന്ന് ആ പൂജ നടത്തി തരണം. ശരി, വരാം. നിങ്ങൾ പൊയ്ക്കോളൂ. നന്ദി. പാല് കുടിച്ചാലും? നിങ്ങൾക്ക് ഇന്ന് തന്നെ പോണോ? പോയേ പറ്റൂ. എത്ര പേരെ വിട്ട് അന്വേഷിച്ചിട്ടും
നമ്മുടെ ബിജിലി എവിടെയുണ്ടെന്ന് കണ്ടെത്താനായില്ല. അവൻ ഈ പ്രപഞ്ചത്തിൽ എവിടെയാണെങ്കിലും കണ്ടെത്തി കൊണ്ടുവരും. എവിടെയാന്ന് വെച്ച് അന്വേഷിക്കാം. ഈ ചാന്തുബായിയോട് അള്ളാവിന് കരുണ തോന്നിയാ നമ്മുടെ ബിജിലി എവിടെയാണെങ്കിലും കാണിച്ചു തരും. അല്ലെങ്കിൽ നമ്മുടെ ചേച്ചീനെയും കൂടെ കൊണ്ടുപോയിക്കൂടെ? അത് വേണ്ട. അവിടുന്ന് കരുണ കാണിച്ച ബിജിലിയെ ഞാൻ കണ്ടെത്തും. ഇല്ലെങ്കിൽ ഇനി ബിജിലിയും നമ്മൾ തമ്മിലും ഒരു ബന്ധമില്ലെന്ന് കരുതാം. ഇനി ഒട്ടും സമയം കളയുന്നില്ല. ഞാൻ ഇന്ന് തന്നെ ഇറങ്ങുക. ശരി. ബിജിലി! 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 അല്ലാ, ബിജിലി! ബിജിലി! ചാന്തുബായ്, ചാന്തുബായ്, ഇരിക്കൂ. എന്താ, ബിജിലിക്ക് വേണ്ടി 2 മാസമായിട്ട് അന്വേഷിച്ച് ക്ഷീണിച്ചു പോയതുപോലെയുണ്ടല്ലോ.
നിങ്ങൾക്കെങ്ങനെ അറിയാം? എനിക്കെല്ലാം മനസ്സിലാകും. ആദ്യം സമാധാനമായിട്ട് ഈ ഗുഡ്ക വലിക്കൂ. അതിനുശേഷം കുതിരയുടെ കാര്യം ആലോചിക്കാം. വാങ്ങിക്കൂ ചാന്തുബായ്. വെള്ളം വേണം. ഇതാ വെള്ളം. തീയോ? ആ, അതും ഇവിടെയുണ്ട്. പക്കീറെ, നിങ്ങൾ ആരാ? എൻ്റെ കണ്ണിൽ നിങ്ങൾ അള്ളാഹുവിനെ പോലെ ഉണ്ട്. പിന്നെ എന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ആരാണെന്നും അറിയില്ല, നമുക്ക് മുൻപരിചയവും ഇല്ല. എന്നിട്ടും നിങ്ങൾ എൻ്റെ പേര് ചൊല്ലി വിളിച്ചു. ഞാൻ എന്താ അന്വേഷിച്ചു വന്നതെന്ന് എനിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കുതിരയുടെ പേരും അങ്ങ് പറഞ്ഞു. നിങ്ങൾ സാധാരണ ഒരാളല്ല. നിങ്ങൾ ആരാ? ഇവിടെ എന്തിനിരിക്കുന്നു? ഈ കാട്ടിലും മേട്ടിലും നിങ്ങൾക്കെന്താ ജോലി? അല്ലാ മാലിക്, എന്റെ കാര്യം പിന്നെ പറയാം. ആദ്യം നിന്റെ കുതിരയുടെ കാര്യം ആലോചിക്ക. ആറിന്റെ തീരത്ത് പുല്ല് മേയുന്നുണ്ട്. ആ, പോയി കൂട്ടിയിട്ട് വരൂ. ആറിൻ്റെ തീരത്തുണ്ടെന്നോ? ഞാൻ വിശ്വസിക്കില്ല. ഞാനിപ്പോൾ ആറിൻ്റെ തീരത്തുനിന്നാണ് വരുന്നത്. അവിടെ കുതിരയില്ല. അവിടെ തന്നെയുണ്ട്. വേണമെങ്കിൽ പോയി നോക്ക്. പക്കീറെ, അവിടെ ഇല്ല. ഞാൻ നോക്കിയിട്ട് വന്നതാ. ഈ പക്കീർ ഒരിക്കലും നുണ പറയില്ല. ആ, നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോയി നോക്കിയിട്ട് വരാം. ദാ